നഗരത്തിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 58.354 ഗ്രാമിലധികം വരുന്ന മെത്താഫിറ്റമിനുമായാണ് താമരശ്ശേരി താലൂക്കിൽ കിടവൂർ അമ്പായത്തോട് പുല്ലുമല വീട്ടിൽ അബ്ദുൽ നാസറിൻ്റെ മകൻ മസ്താൻ 29 വയസ്സ് എക്സൈസ് സംഘത്തിൻ്റെ പിടിയിലായത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇയാൾ എക്സൈസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. മിർഷാദ് എന്ന പേരിലും കൂടി അറിയപ്പെടുന്ന പ്രതിയെ ഇന്ന് ഉച്ചയോടെയാണ് കോവൂർ വെള്ളിമാടുകുന്ന് ബൈപ്പാസ് റോഡിൽ വെച്ച് എക്സൈസ് സംഘം പിന്തുടർന്ന് പിടികൂടിയത്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായി കേരള എക്സൈസ് വകുപ്പ് ഓപ്പറേഷൻ പ്ലീസ് സ്റ്റേറ്റ് എന്ന പേരിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, നമ്മുടെ താമരശ്ശേരി ഭാഗത്ത് 1-2 ദാരുണമായ ഇൻസിഡൻറ്റ് നടന്നു. അപ്പോൾ അവിടെ ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാരെ കേന്ദ്രീകരിച്ച് നമ്മൾ സ്പെഷ്യലായിട്ട് അതിൻ്റെ നിരീക്ഷണവും ശക്തമാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് താമരശ്ശേരി അമ്പായത്തോടുള്ള മസ്താൻ എന്ന് വിളിക്കുന്ന മിർഷാദിന് ഇന്ന് 58 ഗ്രാം MDMA ആയിട്ട് കോഴിക്കോട് വെച്ച് പിടിക്കാൻ സാധിച്ചത്. പിന്നെ അവിടുത്തെ ഒരു പ്രധാന ലഹരി മരുന്ന് വിൽപ്പനക്കാരൻ ഒരു ദിവസം 200-250 ഗ്രാമോളം വിൽപ്പന നടത്തുന്നതെന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. അപ്പം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചു വരും. ഈ പ്രതി ഒറ്റയ്ക്കായിരുന്നോ പിടിക്കുന്ന സമയത്ത്? അവിടെ എങ്ങനെയാണ്? പ്രതി ഒറ്റയ്ക്കായിരുന്നു. കോഴിക്കോട് വെച്ച് ഇത് മരുന്ന് കൈമാറാൻ വേണ്ടി എത്തിയതാണ്. അങ്ങനെ രഹസ്യവിവരം കിട്ടിയപ്പോഴാണ് എക്സൈസ് പാർട്ടി ഇയാളെ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്തത്. പിടിയിലായ മസ്താന് താമരശ്ശേരിയിലെ കൊലപാതകങ്ങൾ നടത്തിയ യാസിറും ആഷിഖുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. താമരശ്ശേരിയിൽ നടന്ന പല അക്രമ സംഭവവുമായി പ്രതിക്ക് ബന്ധമുണ്ട്. കഴിഞ്ഞ ദിവസം MDMA വിഴുങ്ങി മരിച്ച ഷാനിദിൻ്റെ സുഹൃത്തു കൂടിയാണ് ഇന്ന് പിടിയിലായതെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. പ്രതിയെ റിമാൻഡ് ചെയ്യും. എക്സൈസ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ A. പ്രജിത്ത്, പ്രിവൻറ്റീവ് ഓഫീസർമാരായ C. വിജയൻ, ഷാജു CP, സന്ദീപ്, വിപിൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജിത്, ജിഷ്ണു, ജിത്തു, തോബിയാസ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അമൽ ഷാ, എക്സൈസ് ഡ്രൈവർ പ്രബീഷ് NP എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്.